തിരുവനന്തപുരത്ത് ചരിത്രം സൃഷ്ടിക്കുകയാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ എൻ.ഡി.എ. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു കോർപ്പറേഷന്റെ ഭരണത്തിലേക്ക് ബി.ജെ.പി എത്തുന്നു, എൻ.ഡി.എ എത്തുന്നു. CPM കുത്തകയാക്കി വച്ചിരുന്ന കോർപ്പറേഷൻ ഭരണം ബി.ജെ.പി പിടിച്ചെടുത്തതിന്റെ അമർഷം നേതാക്കൾക്കും പ്രവർത്തകർക്കുമുണ്ട്. 5 വർഷത്തെ വിവാദകാലം ആര്യ രാജേന്ദ്രന് സമ്മാനിച്ചത് നേട്ടങ്ങളോ കോട്ടങ്ങളോ എന്നാണ് അറിയേണ്ടത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു ആര്യയുടെ വിജയം. രാജ്യത്തെ തന്നെ പ്രായം കുറഞ്ഞ മേയർ. പക്ഷേ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റാൻ ആര്യയ്ക്ക് കഴിഞ്ഞില്ല. എന്തിന്, ഒപ്പമുണ്ടായിരുന്ന കൗൺസിലറിൽ നിന്ന് വരെ ആര്യയ്ക്ക് വിമർശനം നേരിടേണ്ടി വന്നു. ഈ വിമർശനം വിവാദമായതോടെ കൗൺസിലർ ഗായത്രി ബാബു പോസ്റ്റുകൾ പിൻവലിച്ചെങ്കിലും പാർട്ടിക്കുള്ളിലും ആര്യയ്ക്കെതിരെ അതൃപ്തിയുണ്ടെന്ന സൂചനകളാണ് ഇത് വ്യക്തമാക്കുന്നത്. മൂക്കാതെ പഴുത്തതിന്റെ പ്രശ്നമാണ് എന്ന് പ്രതിപക്ഷം ഉന്നയിച്ചപ്പോഴും ആര്യയെ തിരുത്താൻ നേതാക്കൾ മുമ്പോട്ട് വന്നില്ല. കോർപ്പറേഷന്റെ ഇടതുകോട്ട തകർത്ത് താമര വിരിയുമെന്ന് ഇടതുമുന്നണി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. ആര്യയുടെ ജയത്തോടെ യുവാക്കൾക്ക് ഭരണ ചുമതല കൈമാറി മാതൃകയായ CPM ആര്യയുടെ മേയർ പദവിയെ ഏറെ കൊട്ടിഘോഷിച്ചിരുന്നു. പക്വതയില്ലാത്ത ആര്യയുടെ പെരുമാറ്റവും ഭരണവും പാർട്ടിക്ക് തലവേദനയാകുമെന്ന് അന്ന് തന്നെ വിമർശനവും ഉയർന്നിരുന്നു. പറഞ്ഞതുപോലെ തലവേദനകൾ ഒന്നൊന്നായി വന്നു. മേയറെ കാത്തിരുന്നത് അഴിമതി ആരോപണങ്ങളുടെ ശരമായിരുന്നു. കോവിഡ് കാലത്തെ ആറ്റുകാൽ പൊങ്കാല ശുചീകരണത്തിന് ടിപ്പർ ലോറികൾ വാടകയ്ക്കെടുത്ത സംഭവമായിരുന്നു ആദ്യ വിവാദം. പട്ടികജാതി വിഭാഗക്കാർക്ക് വിവാഹ വിദ്യാഭ്യാസ പദ്ധതികൾക്കായി അനുവദിച്ച തുക മറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി നൽകി തട്ടിയെടുത്തു എന്നതായിരുന്നു പിന്നീട് വന്ന അഴിമതി. പിന്നെ കെട്ടിട നമ്പർ അഴിമതി, വെള്ളപ്പൊക്ക വിവാദം, സ്മാർട്ട് സിറ്റി റോഡുകളിലെ കുഴികൾ, KSRTC ഡ്രൈവറുമായുള്ള വാക്കുതർക്കം, MG റോഡിൽ സ്വകാര്യ ഹോട്ടലിന് അനധികൃതമായി പാർക്കിംഗ് അനുവദിച്ചുകൊണ്ടുള്ള ഇടപെടൽ, അങ്ങനെ നീളുന്നു കെടുകാര്യസ്ഥതയുടെ ഉദാഹരണങ്ങൾ. കോർപ്പറേഷൻ ഭരണം നഷ്ടമായതോടെ ആര്യ രാജേന്ദ്രനെതിരെ പടയൊരുക്കവുമായി പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ രംഗത്ത് വന്നു. ആര്യയെ മേയറാക്കാനുള്ള തീരുമാനത്തെ എതിർത്ത ടീമാണ് ഇപ്പോൾ വീണ്ടും വിമർശനങ്ങളുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ നൽകിയ കനത്ത ആഘാതത്തിലാണ് മുന്നണി. തെറ്റുതിരുത്തി തിരിച്ചുവരുമെന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും ജനം നൽകിയ വിധിയെഴുത്ത് ഇടതിനെ ഏറെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്.